എന്താ ഇങ്ങനെ നോക്കണേ? ഏയ് ഒന്നുമില്ല. ദേ ഇന്നോ നാളെയോ മറ്റന്നാളോ മരിക്കണമെന്ന് ഞാൻ പറയണില്ല. നമ്മുടെ ഇടയിൽ പ്രത്യേകിച്ചൊരു തീയതി വേണ്ട. നീ എന്നും മരിക്കും. അല്ല, 1 വർഷം മുമ്പ് ആത്മഹത്യ ചെയ്ത LIC നിനക്ക് പണം തരുമോ? അക്കാര്യത്തിൽ നീ ടെൻഷൻ അടിക്കണ്ട. ഒക്കെ ഞാൻ വാങ്ങിച്ചെടുത്തോളാം. നീ ഇവിടെ നിൽക്കണ ഓരോ നിമിഷവും എന്റെ നെഞ്ചിനകത്ത് തീയ. പക്ഷെ ഞാൻ മരിച്ച സുമംഗല. ദേ എന്റെ സമനില തെറ്റിക്കണ്ട കേട്ടോ. സുമംഗലയുടെ കാര്യം നോക്കാൻ ഞാനുണ്ട്. മര്യാദക്ക് എത്ര വേഗം മരിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. ടൈം എന്തായി? സമയം എത്രയെന്ന്? ഇപ്പൊ വേണ്ട. ആരെങ്കിലും കണ്ടാ കുഴപ്പാവും. അത് ഈ കുളത്തിൽ വേണ്ട കേട്ടോ. പറ്റിയ സ്ഥലം നമുക്ക് വേറെ കണ്ടുപിടിക്കാം. സന്ധ്യാവട്ടെ. സന്ധ്യക്കാണോ മനുഷ്യൻ പാല് കുടിക്കുന്നത്? പാല ഉച്ചയൂണ് കഴിഞ്ഞ് എടിച്ച എനിക്ക് 1 ഗ്ലാസ് പാല് കുടിക്കുന്നത് പതിവാ. പാല് കുടിക്കാനാണോ സമയം ചോദിച്ചത്? നിന്നെ കൊണ്ട് കുടിപ്പിക്കാടാ. പാലും തൈരും മോരും ഒക്കെ കുടിപ്പിക്കാടാ. ഇതെന്താ എഴുതിയിരിക്കണേ? കഥ നിന്റെ കഥ. ഞാൻ ഇവൻ ആര് മുറ്റത്തോർക്കിയോ? പൊള്ളിച്ചോ കയ്യ? എന്തിനാ ഇത്ര വെപ്രാളം കാണിക്കുന്നേ? തിളച്ചു പൊങ്ങണ കണ്ടപ്പോ. വേണ്ട വേണ്ട. അടുപ്പിൻ ചോട്ടിൽ കാവലിരിക്കണ കണ്ടപ്പോഴേ കാര്യം മനസ്സിലായി. എന്ത്? ഓ, ഒന്ന് സഹായിച്ചു തരാന്ന് വെച്ചപ്പോ. ഓ, ഇതുവരെ ഇല്ലാത്തൊരു സഹായം. നിന്ന് ഞെളിയണ്ട. ചെന്ന് ഗ്ലാസ് കഴുകിക്കൊണ്ടോ, ഞാൻ പകർന്നു തരാം. ശരിക്കും നാറ്റിക്കോണേ. സൂര്യന് അധികം ചൂട് ഇഷ്ടല്ല. കൊള്ളി. എന്റെ വിശ്വരൂപം എടുക്കേണ്ടി വരുന്ന തോന്നണേ. എല്ലാവർക്കും മുകളിലേക്ക് നോക്കിയ ആകാശം, താഴത്തേക്ക് നോക്കിയ ഭൂമി. ഗോവിന്ദമേനൻ അങ്ങനെയല്ല. മുകളിലേക്ക് നോക്കിയാലും ആകാശം, താഴത്തേക്ക് നോക്കിയാലും ആകാശം. ആരോട് അച്ഛൻ സംസാരിക്കുന്നത്? ഞാൻ എന്നോട് തന്നെയാ. എന്റെ സ്വഭാവം എനിക്ക് എന്നെ പിടിക്കുന്നില്ല. എന്താ അച്ഛാ കാര്യം? ഒന്നുമില്ല, വെറുതെ നിക്കവിടെ. എന്താ പാല്. ആർക്കാ? സൂര്യേട്ടനെ കൊടുക്കാനാ. കുറച്ച് പഴം കൂടി എടുക്കായിരുന്നില്ലേ? പഴം വേണമെന്ന് സൂര്യേട്ടൻ പറഞ്ഞോ? ഓ, സൂര്യേട്ടൻ കൂര്യേട്ടൻ കൊണ്ടുപോയി അടുത്ത്. മേലാലിങ്ങനെ പാലും പഴമായിട്ട് എഴുന്നള്ളിയാണല്ലോ. വെട്ടി നുറുക്കും ഞാൻ. എന്താ ഈ പറയണേ? പാല് കൊണ്ട് കൊടുക്കാൻ ഞാനാ പറഞ്ഞേ. നീയാ പറഞ്ഞേ? ഈ വീട്ടിൽ വരണവർക്കും പോണവർക്കും പാല് കൊടുക്കാൻ നീ എന്താ ഇവിടെ മിൽമ ബൂത്ത് വെച്ചെടുത്തു? വരണവരും പോണവരോ? സൂര്യൻ നമുക്ക് അങ്ങനെയാണോ? പിന്നല്ലാതെ. അവൻ വന്നു, എപ്പോഴാ അവന്റെ കഥ തീരാ അപ്പൊ അവൻ പോവും. അത്രക്കുള്ള ബന്ധം മതി നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? അതിൽ കൂടുതൽ ആരെങ്കിലും എന്തെങ്കിലും ഏതെങ്കിലും ബന്ധം ഉണ്ടാക്കിയ കാവിലമ്മയാണ് സത്യം. എല്ലാത്തിനും ഞാൻ കരിച്ചു കളയും. അങ്ങനെ പശുമ്പാലിന് ഇത്രയും കട്ടിയില്ലെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എന്താ അമ്മ ഇത്? എനിക്കൊന്നും മനസ്സിലാവണില്ല. മോള് വിഷമിക്കേണ്ടിരി. കാവിലമ്മ ഒക്കെ നേരെയാക്കി തരും. മേനു വേണ്ടി വലിയൊരു റിസ്ക്കാ ഞാൻ എടുക്കുന്നത്. എന്തുവാ? വാല്യുബിൾ സെക്യൂരിറ്റി ചീറ്റ് ചെയ്തുണ്ടാക്കിയതാണെന്ന് തെളിയിക്കാനാണ് എന്റെ ശ്രമം. അത് തെളിഞ്ഞാൽ 421, 2, 3, 4 എന്നീ വകുപ്പുകൾ അനുസരിച്ച് മൂസാക്കുട്ടിക്ക് 7 കൊല്ലം വരെ തടവും പിഴയും കിട്ടാം. തെളിയിക്കാൻ പറ്റുമോ? വക്കീലത്തെ വിചാരിച്ച തെളിയിക്കാൻ പറ്റാത്ത കേസുണ്ടോ? മൂസാക്കുട്ടിയെ ശിക്ഷിപ്പിക്കണമെന്ന് എനിക്കില്ല. പക്ഷെ എന്നെ രക്ഷിക്കണം. ഇനി അഥവാ തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ വേറെ പണിയുണ്ട്. മെറ്റീരിയൽ ഇറഗുലാരിറ്റി മിസ്റ്റേക്ക് ഓർ ഫ്രാഡ് ഇൻ പബ്ലിഷിംഗ് ഓർ കണ്ടക്ടിംഗ് ദ സെയിൽ എന്ന് പറഞ്ഞ് നമുക്ക് അപേക്ഷ കൊടുക്കാം. എന്തുവാ? പക്ഷെ പണം കെട്ടിവെക്കേണ്ടി വരും. വെക്കാം. കുറച്ചും കൂടെ സാവകാശം കിട്ടണം. അങ്ങനെ ഇങ്ങനെ സാവകാശം പറയാൻ തുടങ്ങിയിട്ട് 4 കുറെ ആയല്ലോ. അതിന് അവന്റെ മനസ്സൊന്ന് മാറി കിട്ടണ്ടേ? ആരുടെ? അത് പിന്നെ എനിക്ക് കുറച്ച് പണം ഉണ്ടാക്കി തരാന്ന് ഒരുത്തും പറഞ്ഞിട്ടുണ്ട്. അവന്റെ കാര്യം പറഞ്ഞതാ. പണം ഉണ്ടാക്കി തരാന്നോ? ഓ, അപ്പൊ കള്ളനോട്ടടിക്കാരുമായിട്ടാണ് കൂട്ടല്ലയോ? അല്ല, ഇവൻ നല്ല നോട്ടടിക്കാരനാ. അല്ല, നല്ലവനാണെന്ന് പറഞ്ഞതാ. നല്ലവനായാലും ചീത്തവനായാലും കെട്ടിവെക്കാനുള്ള പണം ഉണ്ടാക്കി വെച്ചോ. വണ്ടി അറിയോ? അളിയനെന്താ കോടതി പരിസരത്ത്? മുൻകൂർ ജാമ്യം എടുക്കാൻ വന്നാണോ? മുൻകൂർ ജാമ്യോ? അതിന് ഞാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ. കുറ്റവും വകുപ്പും ഒക്കെ ഞാൻ പറഞ്ഞുതരാം. നിയമം കുറച്ചൊക്കെ ഞാനും പഠിച്ചതാണെന്ന് അളിയാൻ അറിയാമല്ലോ. വാ വാ അളിയ, വാ. അളിയൻ കേട്ടോ, ചീറ്റിംഗ് ബൈ പേഴ്സണേഷൻ, അതായത് ആൾമാറാട്ടം 416 വകുപ്പ് അനുസരിച്ച് കുറ്റകരവും 419 വകുപ്പ് അനുസരിച്ച് ശിക്ഷാർഹവുമാണ്. താൻ മറ്റൊരാളാണെന്ന് ഭാവിക്കുകയോ അറിഞ്ഞുകൊണ്ട് ഒരാളെ വേറൊരാളിന് പകരം ആളായി നിർത്തുകയോ ചെയ്യുന്നത് കുറ്റകരമായ ആൾമാറാട്ടമാണ്. ദി ഒഫൻസ് ഈസ് കമ്മിറ്റഡ് വെദർ ദ ഇൻഡിവിജ്വൽ പേഴ്സണേറ്റഡ് ഈസ് എ റിയൽ ഓർ ഇമാജിനറി പേഴ്സൺ. അപ്പൊ അളിയനെല്ലാം മനസ്സിലായില്ല? എല്ലാം മനസ്സിലായി. ഞാൻ ജീവിച്ചിരിക്കുമ്പോ LICയെ പറ്റിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അളിയൻ എന്നെ ചതിക്കരുത്. ഇപ്പോഴെങ്കിലും എന്റെ അളിയന് ബുദ്ധി ഉദിച്ചല്ലോ അളിയ. വക്കീലന്മാരോടും അളിയന്മാരോടും കള്ളം പറയരുത്. വക്കീലന്മാരോടും ഡോക്ടർമാരോടൊന്നല്ലേ? ഡോക്ടർമാരോടും ഒന്നും ആവാം. ബെഡ് നമ്പർ 10 പേഷ്യന്റിന് കണ്ടിന്യൂ ദ സെയിം ഡോസ്. ഹി വിൽ ബി നോർമൽ ഇൻ 2 days. എക്സ്ക്യൂസ് മീ ഡോക്ടർ. ഹൗ ഷീ ഈസ് ഓൾ റൈറ്റ്. BP കൂടിയതാണ്. മിസ്റ്റർ പ്രകാശ്, പല പ്രാവശ്യം ഞാൻ പറഞ്ഞു, അനുസരിക്കില്ല അല്ലേ? സോറി സർ. എന്തായി? സൂര്യനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല, പക്ഷെ അവനെ കണ്ടെത്തും വരെ
എന്റെ ജീവൻ സൂക്ഷിക്കാൻ കഴിയുമെന്ന എന്റെ പേടി. എനിഹോ, ജീവനോടുണ്ടെങ്കിൽ ഞാൻ അവനെ കണ്ടുപിടിക്കും. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അളിയൻ എന്നോട് മറച്ചു വെച്ച ഒട്ടും ശരിയായില്ല. അപ്പൊ അളിയൻ എന്നെ അന്യനായിട്ട് കണ്ടു. എന്റെ ദുഃഖങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ കൂടി എന്തിനാ ദുഃഖിപ്പിക്കണേ? അളിയന്റെ വിഷമം എന്റെ വിഷമമാണ്. അളിയന് വേണ്ടി ഞാൻ ആത്മാഹുതി ഏതോ ചെയ്യാം. അളിയൻ ആത്മഹത്യ ചെയ്ത എന്റെ പെങ്ങളും കുട്ടികളും വഴിയാതാരാവില്ലേ? എന്താ? പിന്നെ ഞാൻ എന്ത് ചെയ്യണം? അവനെ കൊല്ലണോ? വേണ്ട, അവനെ കൊണ്ട് ആത്മഹത്യ ചെയ്യാമെന്ന് സമ്മതിപ്പിച്ചാ മതി. സമ്മതിപ്പിക്കാം. പക്ഷെ അതിനാദ്യം സുമംഗലയുടെ മനസ്സിൽ നിന്ന് അവനെ പറിച്ചെറിയണം. പറിച്ചെറിയാൻ പറ്റാത്ത അവസ്ഥയിലുള്ള പ്രേമാണെന്നാ തോന്നണേ. കല്യാണം കഴിക്കാതെ ചെറുപ്പക്കാരനല്ലേ, മോഹങ്ങൾ ഒരുപാട് കാണും. ആ മോഹങ്ങൾക്കൊരറിവ് വരുത്തിയ അവൻ അവന്റെ വഴിക്ക് പോക്കോളും. അതിനെന്താ ഒരു വഴി? ഒരു വഴിയുണ്ടല്ലേ? ഇന്നെന്ത് പറ്റി കുട്ടിക്ക്? മെയ്യും മനസ്സും താളത്തിന് വരണില്ലാലോ. മോളെ, ആടുമ്പോ മനസ്സ് അതിൽ തന്നെ ഏകാഗ്രമായിരിക്കണം. സോറി ടീച്ചർ, ഇന്നിനി മതി. കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റണില്ല. കൊള്ളാം, അരങ്ങേറ്റം അടുത്ത് വരുമ്പോഴാണോ ഈ മടിയും മടുപ്പും? മടിച്ചിട്ടല്ല, വല്ലാത്തൊരു തലവേദന. ഞാനൊന്ന് കിടക്കട്ടെ. തലവേദന ശുദ്ധ കള്ള. കുറച്ച് ദിവസമായി ഞാനത് ശ്രദ്ധിക്കുന്നു. അവൾക്ക് എന്തോ ഒരു മനോവിഷമുണ്ട്. ആ ടീച്ചർ ഇരിക്കെ, കാര്യം എന്താണെന്ന് ഞാൻ സൂത്രത്തിൽ അറിഞ്ഞിട്ട് വരാം. അല്ല, ഞാൻ ഇറങ്ങായി. ക്ലാസ് മുടങ്ങിന്ന് കരുതി ടീച്ചർ ധൃതി കൂട്ടണ്ട. നമുക്ക് ഇതിന് കൊച്ചുവർത്താനൊക്കെ പറഞ്ഞ്, അല്ല നാട്ടുവർത്താനൊക്കെ പറഞ്ഞ് കാപ്പി കുടിച്ചിട്ട് പോകാം. അല്ലെങ്കിൽ തന്നെ ഞാൻ കുറച്ച് നേരത്തെ പോകാൻ വെച്ചിരിക്കായിരുന്നു. മുത്തശ്ശിക്ക് നല്ല സുഖമില്ലേ? എന്നാ പിന്നെ ഞാൻ ആഴ്ചയിൽ ആകെ കിട്ടുന്ന 2 ദിവസം 2 മണിക്കൂർ എന്നിട്ട് ഉണ്ടായിരുന്നു. അതും കട്ടായി. അല്ല, ഇന്ന് ഇത്ര പെട്ടെന്ന് ക്ലാസ് കഴിഞ്ഞോ? സുമംഗലിക്ക് നല്ല സുഖമില്ല അത്രേ. എന്തുപറ്റി? അവനും ടീച്ചറോട് സംസാരിച്ചു. എവിടെ?